ഈ PMR ഷോ ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയാണ് ശബരിമലയിലെ സ്വന്തം സ്വർണം നഷ്ടപ്പെട്ടത് വേദനാജനകമാണ് എന്ന്. ആർക്ക് വേദന? കസ്റ്റോഡിയൻ ആരാണ്? ഈ ശബരിമലയിലെ സ്വർണം പോവാതെ നോക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് നഷ്ടപ്പെട്ടതിൽ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അഭിലാഷേ, ഇതിന്റെ കസ്റ്റോഡിയൻ ഒന്നാമത് ദേവസ്വം ബോർഡല്ല, തിരുവാഭരണ കമ്മീഷണർ ആണ് എന്നുള്ളതാണ്. തിരുവാഭരണ കമ്മീഷണർ ഉദ്യോഗസ്ഥനാണ് സർ. അല്ല പറയട്ടെ, അതെ, അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയിലും തുടർച്ചയിലാണല്ലോ നമ്മളിപ്പോ ഇത് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. നിലവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം പരിശോധന ഇതിന്റെ തുടർച്ചയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇതിന്റെ അന്വേഷണം നടന്ന് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ നിലപാട്. അതെല്ലാ ഘട്ടത്തിലും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അത് നേരത്തെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വിഷയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡ് ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ SIT അന്വേഷണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ തുടർച്ചയിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിലുണ്ട്. നിലവിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം അതിന്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യമായി ഇത് ആരെല്ലാമാണോ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത് ആ ആളുകൾ മുഴുവൻ നിയമത്തിന് മുൻപിൽ എത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പൂർണ്ണ വിശ്വാസത്തിലാണ് SITയുടെ അന്വേഷണത്തെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയി മുഴുവൻ പ്രതികളും നിയമത്തിന് മുൻപിൽ എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിന്റെ അപ്പുറത്തേക്ക് നിലവിൽ ഇതിനകത്ത് ഈ ഒരു സാഹചര്യത്തെ വക്രീകരിക്കുന്നതിന് വേണ്ടി തെറ്റായി പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നതിന് വേണ്ടി തെറ്റായി അവതരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയും സുവർണാവസരം കാത്തുവെക്കുന്ന ആളുകളെയൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതിലൊരു തർക്കവും വേണ്ട. ഏറ്റവും വലിയ ഉദാഹരണം നിലവിലുള്ള SITയുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ. ഈ SIT പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലും ഇന്നിപ്പോ UDF കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? CBI അന്വേഷണം വരണമെന്നുള്ളത്. അങ്ങനെ CBI അന്വേഷണത്തെ ആവശ്യപ്പെടുന്ന UDF വ്യക്തമാക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന SIT അന്വേഷണത്തിൽ ഇവർക്ക് വിശ്വാസമില്ല എന്നാണെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഇനി അതിനും അപ്പുറത്ത് കേരളത്തിന് പുറത്ത് രാജ്യത്താകെ കോൺഗ്രസ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നിലവിലുള്ള CBI സംവിധാനത്തെ കേരളത്തിലെ കോൺഗ്രസ് ഇത്രമേൽ മികച്ചത് എന്ന് കണ്ട് ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ആവശ്യവുമായി അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിനകത്തുള്ള യുക്തി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും കേരളത്തിലെ കോൺഗ്രസ് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യം കേവല രാഷ്ട്രീയ ലാഭം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ കുറ്റക്കാർ പിടിക്കപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള താല്പര്യം കോൺഗ്രസിനില്ല. ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യം കോൺഗ്രസിനില്ല. അങ്ങനെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ഇതിലെ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഈ പറഞ്ഞ ജീവനക്കാരുടെ സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന INTUC നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ പിടിക്കപ്പെടും എന്നുള്ളതിലൊരു തർക്കവും ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ആൾ പറഞ്ഞല്ലോ, ഇപ്പൊ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മാധ്യമ സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ കുറ്റക്കാർ പിടിയിലാവുന്നു. ഇപ്പൊ ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് 9 ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം സെക്രട്ടറിയും മുതലുള്ള 9 ഉദ്യോഗസ്ഥർക്കാണ് പിഴവ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. SIT എന്താണ് കണ്ടെത്തുന്നത് എന്ന് വരട്ടെ, അത് വരാം. ഇപ്പോൾ എന്തായാലും ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 9 ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണപരമായ അവരുടെ ഉത്തരവാദിത്വമുണ്ട്. അവർ കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇതിനെ ഭരിക്കാനായി നിയോഗിക്കപ്പെട്ടൊരു സംവിധാനമാണല്ലോ. അവർക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. നിങ്ങളുടെ കാലത്തെ 2 ബോർഡുകൾ ഇരിക്കുമ്പോൾ ശബരിമലയിലെ ശ്രീകോവിൽ, കട്ടിള എന്ന് തുടങ്ങി ദ്വാരപാലക ശില്പത്തിന്റെ പാളി വരെ പോയി എന്ന് പറയുമ്പോൾ ബോർഡിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വെച്ചിട്ട് മാറാൻ പറ്റില്ല. അല്ല, അതിനകത്ത് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിൽ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. ആ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ അവസാനിക്കും എന്ന ബോധ്യത്തിൽ തന്നെയല്ലേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തെ നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുള്ളത്. ഈ ഒരു നിമിഷം വരെ, ഈ ഒരു ഘട്ടം വരെ ഇതിൽ ഈ ക്രിമിനൽ സംഘത്തിന്റെ ഇടപെടലിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ
ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പിഴവ് നമ്മുടെ മുൻപിലുണ്ടോ? ഇല്ല. എല്ലാ മേഖലയ്ക്കകത്തും നല്ല കള്ളന്മാരുണ്ടാകും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ശരിയായ ദിശയിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. ചില ആളുകൾ അതിനകത്ത് ഇപ്പം നിലവിൽ ബോധ്യപ്പെടുന്നത് ചില ഉദ്യോഗസ്ഥർ അവർ നടത്തിയിട്ടുള്ള ആസൂത്രണം, അവർ നടത്തിയിട്ടുള്ള ക്രമക്കേട്, അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് ഈ പറഞ്ഞ പോലെ അതിന്റെ കുറ്റക്കാരാര് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താം. അത് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇപ്പൊ ഈ നിലവിൽ ഈ ഘട്ടം വരെ നമ്മുടെ മുമ്പിൽ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങളുടെയോ ഏതെങ്കിലും തെറ്റായ ഇടപെടൽ നടത്തിയതിന്റെ ഒരു വിവരവും വിശദാംശവും നമ്മുടെ മുൻപിലില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞ ആര് തന്നെ ഇതിൽ കുറ്റക്കാരായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർ നിയമത്തിന്റെ മുൻപിൽ കൃത്യമായി എത്തേണ്ടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലാഭം മാത്രം കൊയ്യുന്ന ആളുകളുടെ നിലപാടാണ് ഈ ഘട്ടത്തിൽ. അവർ എന്ത് വസ്തുതയുടെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് PN വാസവന്റെ ഉൾപ്പെടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്? നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് ഇറങ്ങിയതിന്റെ പുറകിലുള്ള യുക്തി എന്ത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂട്ടർ കഴിഞ്ഞിട്ടില്ലല്ലോ. അവർ ഇതിനെ ഒരു സുവർണാവസരമായി മാത്രം കണ്ട് ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതിനെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, അവർ നിയമത്തിന് മുൻപിൽ എത്തണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത്